എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ജായിസാകുന്നതിന്റെ മാനദണ്ഡമാണ് ഞാൻ ചോദിച്ചത്. ഹദീസിൽ കൽപ്പനയുണ്ടെങ്കിൽ ഒന്നുകിൽ സുന്നത്താകണം, അല്ലെങ്കിൽ അത് ഫർളാകണം. ഇത് രണ്ടും അല്ലാതെ ജായിസ് എന്ന് നിങ്ങൾ പറയാനുള്ള മാനദണ്ഡം എനിക്കറിയണം. ആ ചോദ്യത്തിന് മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ കവലയിൽ നടത്തുന്ന പ്രസംഗമാണ് ഇവിടെ നടത്തിയത്. എന്റെ നജീബ് ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനദണ്ഡം എങ്ങനെ മനസ്സിലാക്കേണ്ടത് ഉസൂൽ പഠിച്ച ആളുകൾക്കറിയാം. ഉസൂൽ പഠിച്ച അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസ് പഠിച്ച ഉസൂലുൽ ഫിഖ് പഠിച്ച ആളുകൾ, ഉസൂൽ ഫിഖ് പഠിച്ച ആളുകൾക്ക് അതിന്റെ ഹുക്കം നമുക്കറിയാൻ പറ്റും. പണ്ഡിതന്മാർ പഞ്ചഹുക്കുമുകളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നത് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല. ഇനി ഒരു ഹദീസിൽ അതിങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നതുകൊണ്ട് അനുവദനീയമാണെന്ന് കിട്ടൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി നമ്മളെല്ലാവരും അങ്ങോട്ട് സാരിച്ചല്ലോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ അവിടെ ഇരുന്നോളൂ. അതെ, അങ്ങനല്ലേ പറയണത്. ഞാൻ അതാ പറയുന്ന ഉസ്താദ്, നിങ്ങൾ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കൂ. നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അവിടെ ഇരുന്നോളൂ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ചോദ്യം തീർന്നാൽ നിങ്ങൾക്ക് ധൈര്യത്തെ ഒരാളൊന്നും ചെയ്യില്ല, നിങ്ങൾ ധൈര്യത്തിരുന്നു, ഒരു പ്രശ്നമില്ല. അല്ല, നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറ്റുമോ നിങ്ങൾ അടുത്ത ആൾ മാറുന്നൊക്കെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രയാസമാവില്ല. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, നിങ്ങൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ അടുത്ത ചാൻസ് അല്ലേ തരുന്നത്, എന്താ പ്രയാസം? അപ്പോ അതിന്റെ ഹുക്കുമ്, ഒരു ഹുക്കുമ് നിർദ്ധാരണം ചെയ്ത് ഉസൂൽ ഫിഖ് പഠിച്ച ആളുകൾക്ക് അത് നിർദ്ധാരണം ചെയ്യാൻ എടുക്കുന്ന രൂപങ്ങൾ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ആ ഹദീസ് ഒരു വിഷയം പറഞ്ഞു, വലിയ ഖുറുജന വഹുന്ന തഫില, അവര് പുറപ്പെടട്ടെ, സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല, സുഗന്ധദ്രവ്യം പൂശാൻ പാടില്ല, അവര് പുറപ്പെടട്ടെ, കൽപ്പന പ്രയോഗം. ഇത് ഞാൻ പറഞ്ഞത് എപ്പോഴാ? ബഹുമാനീയ ഉസ്താദ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, അതെന്താ? ഒരു കൽപ്പനയില്ല, പോയി എന്നല്ലാതെ പോകണം എന്നൊരു കൽപ്പന വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു. പോയിരുന്നു എന്നതിൽ നിന്ന് പോകാമെന്ന് കിട്ടൂല, പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോഴാ ഞാനിത് വെച്ച് തന്നത്. മറന്നുപോയി, നമ്മളിപ്പോ എന്തിനാത് പറഞ്ഞത്? ഞാൻ വെറുതെ പറഞ്ഞല്ലോ. അപ്പൊ പോകണമെന്ന് കിട്ടി. അപ്പൊ ഉസ്താദ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ പോകണമെന്ന് കിട്ടി, പക്ഷെ എനിക്കൊരു സംശയം ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നാ പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അതല്ല പറയുന്നത്. അദ്ദേഹം പിന്നെ അറിയേണ്ടത് ഹുക്കും എന്താണ് എന്നാണ്, ഹുക്കും എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ആ ഹുക്കും കിട്ടിയ മാനദണ്ഡമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ രൂപത്തിൽ കൽപ്പിച്ച പ്രവാചകൻ സ്ത്രീകൾക്ക് ഇളവ് നൽകിയ ഹദീസില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ലേ? ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളിയിൽ പോകാം, ഒരു പ്രശ്നമില്ലേ, ജമാഅത്തിൽ പങ്കെടുക്കാം, പക്ഷേ ഇളവുണ്ട്. ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ കാര്യത്തിൽ അയാൾക്ക് ഇളവുണ്ട്, നിർബന്ധമല്ല. പക്ഷെ ഒരു യാത്രക്കാരൻ പള്ളിയിൽ പോണ വഴിക്ക് പള്ളിയിൽ കയറി ജുമുസ്കരിച്ചാലോ, അയാൾക്ക് ജുമുസ്കരിച്ചാൽ മതി, പാരം നൂറുസ്കരിക്കണ്ട. അപ്പൊ ഒരു പുരുഷനായ യാത്രക്കാരന് വരെ ഇളവുണ്ട്. അവിടെ പുരുഷനായ യാത്രക്കാരനാവുമ്പോൾ ഹുക്കുമ് മാറി, അയാൾക്ക് ഫർളുന്ന ഹുക്കുമല്ല ജുമുഅയുടെ കാര്യത്തിൽ. ഒരു യാത്രക്കാരനായ പുരുഷൻ, ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജുമുഅയുടെ ഹുക്കുമ് ഫർള് എന്നല്ല, പിന്നെന്താ? ജായിസ് എന്നാണ്, ജായിസ് എന്നാണ്, അനുവദനീയമെന്നാണ്. പക്ഷേ മറ്റു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമോ ഫർളാണ്. അപ്പം മറ്റുള്ള പുരുഷന്മാരുടെ ഫർളിൽ നിന്ന് യാത്രക്കാരനായ പുരുഷൻ എങ്ങനെ ഒഴിവായി? ഹുക്കുമ് നിർദ്ധാരണം ചെയ്യുന്ന മാനദണ്ഡം മനസ്സിലാണ്ടോ? അല്ല, അത് വേറെ ഹദീസുണ്ട്. അതുപോലെ വേറെ ഹദീസിൽ യാത്രക്കാരനും സ്ത്രീകൾക്കും ജുമുഅ നിർബന്ധമില്ല എന്ന ഹദീസ് ഉള്ളത് കൊണ്ട് അവിടെ ജായിസ് എന്നുള്ള ഹുക്കുമ് വന്നു. ഞാൻ ചോദിച്ചത് ഫൽയഖ്റുജ്ന എന്ന കൽപ്പനക്രിയയുള്ള നിലയ്ക്ക് അത് സുന്നത്തോ ഫർളോ ആകണം, അല്ലെങ്കിൽ ജായിസ് ആകണം എന്ന് പറയണമെങ്കിൽ വേറെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. പോയി എന്നുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പോയിരുന്നു എന്നാണ്. പിന്നീട് പരിശുദ്ധമായ ഖുർആനിൽ വഖർന ഫീ ബുയൂതികുന്ന എന്നുള്ള ആയത്ത് വന്നതിന് ശേഷം, ഹിജാബിന്റെ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബിയത്തായ പെണ്ണ് പള്ളിയിലേക്ക് പോയതായിട്ട് നിങ്ങൾക്ക് ഒരു ഹദീസും കൊണ്ടുവരാൻ സാധ്യമല്ല. ഈ ആയത്ത് ഹിജാബിന്റെ ആയത്തിന് മുമ്പ് പോയ സംഭവങ്ങൾ അത് രേഖയല്ല ഈ വിഷയത്തിൽ. അങ്ങനെ രേഖയാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് കിതാബുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെളിയിക്കൂ.
തെളിയിക്കട്ടെ, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ, നിങ്ങൾ ഇരിക്കൂ. അവ കണ്ടോ? അല്ലോ അല്ല, ഉസ്താദ് അവിടെ ഇരിക്കും. അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞത് പറയട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കൂ. ആ ചോദ്യം കൂടെ ചോദിച്ചോ. ജായിസിന്റെ മാനദണ്ഡം നിങ്ങൾ വ്യക്തമാക്കണം. അത് ജായിസാണെന്ന ഹുക്കുമ് നിങ്ങൾ പറഞ്ഞ നിലയ്ക്ക് ആ ഹുക്കുമ് ജായിസാകാനുള്ള മാനദണ്ഡം ഇവിടെ വ്യക്തമാക്കണം. എന്റെ നജീബ് ഉസ്താദ് മനസ്സിലാക്കണം. അദ്ദേഹം കുറച്ചുകൂടെ റിലാക്സ് ആക്കി, ഒരു പ്രശ്നമില്ല. അദ്ദേഹം ഞാൻ പറയണമെന്നൊന്നും മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞത്, ഞാൻ നേരത്തെ എന്ത് പറഞ്ഞു അതന്നെ അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞതിൽ തന്നെ എന്റെ വിഷയം ക്ലിയറായി. എന്നിട്ട് അദ്ദേഹം അടുത്തൊരു ചോദ്യത്തിലേക്ക് ഇപ്പൊ ചാടിയിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ നമ്മൾ എത്ര ചോദ്യം ചാടിയേ പോകുന്നത്. പക്ഷെ അദ്ദേഹം ഇത് സമ്മതിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയത്. അപ്പൊ ആദ്യകാലത്ത് പോയിട്ടുണ്ടോ, പോയിട്ടില്ല, പിന്നെ പോയിട്ടില്ല, അത് ഞാൻ പറയും. അതുകൂടെ പറയണ്ട, നമ്മൾ കിതാബ് ഉദ്ധരിച്ച് പറയണ്ടേ, പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ, ഏത് മാനദണ്ഡത്തിലാണ് കിട്ടിയത്? എന്റെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, പുരുഷന്റെ മേൽ ജുമുഅ നിർബന്ധമാണ്, ഒരാണിന്റെ മേൽ ജുമുഅ നിർബന്ധമാണ്. എന്നാൽ അതേ പുരുഷൻ തന്നെ മുസാഫിറാകുമ്പോൾ, യാത്രക്കാരനാകുമ്പോൾ ഹുക്മു ജായിസാണ്. മനസ്സിലായോ? അപ്പൊ ഇതെങ്ങനെ ഉണ്ടായി? അതല്ല നമ്മുടെ സംശയം. ഇതെങ്ങനെ ഉണ്ടായി? ഒരു പുരുഷന് ജുമുഅ നിർബന്ധമാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ് ജുമുഅ, വെള്ളിയാഴ്ച നിർബന്ധമായി പോകണം. ഈ നിർബന്ധ കൽപ്പനയുടെ പരിധിയിൽപ്പെട്ട പുരുഷൻ, ആ പുരുഷൻ മുസാഫിറായി കഴിഞ്ഞപ്പോൾ, യാത്രക്കാരനായി കഴിഞ്ഞപ്പോൾ ഫർള് എന്ന ഹുക്മ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജായിസായി. മനസ്സിലായോ? എന്തുകൊണ്ട്? യാത്രക്കാരന് ജുമയിൽ ഇളവുണ്ട്, അവന്റെ മേൽ നിർബന്ധമില്ല എന്ന ഹദീസ് ഉള്ളത് കൊണ്ട്. ഇതുപോലെ വലിയ ഖുറൂജുന, അവര് പുറപ്പെടട്ടെ എന്ന് പറഞ്ഞ പ്രവാചകൻ അതേ യാത്രക്കാരന് കൊടുത്ത ഇളവ് ആർക്കും കൊടുത്തു? ഒരു സ്ത്രീക്കും കൊടുത്തു. ആ സ്ത്രീ യാത്രക്കാരിയാണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് ആ ഹുക്കുമ് കൊടുത്തു, ആ ഇളവ് കൊടുത്തു. അപ്പോൾ യാത്രക്കാരന്റെ ഹുക്കുമ് ആർക്കും ബാധകമായി, സ്ത്രീക്കും ബാധകമായി, ജായിസായി. ഇതല്ല ഞാൻ വ്യക്തമാക്കിയത്. അപ്പോ നിർബന്ധ പരിധിയിലുണ്ടായിരുന്ന യാത്രക്കാരൻ ജായിസിന്റെ ആ ഹുക്കുമിലേക്ക് വന്നത് യാത്രക്കാരനായപ്പോഴാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ഖുറൂജിന എന്നവരോട് പറഞ്ഞു. പക്ഷെ സ്ത്രീ എന്ന നിലയ്ക്കു തന്നെ അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ ഇളവ് കൊടുത്തു. അതുകൊണ്ടാണ് അവർക്ക് ജായിസ് എന്ന ഹുക്കുമ് കിട്ടിയത്. ഇതാണ് ഞാനും പറഞ്ഞത്. ഉസ്താദ് ഇപ്പൊ ചോദിച്ചത് അതിന്റെ രണ്ടാമത്. നമ്മൾ രണ്ടുപേരും ഒരേ രൂപത്തിലാണ് പോണത്. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത സംശയം അതുകൂടെ തീരട്ടെ. അതെന്ന് വെച്ചാൽ അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞത് മുഴുവൻ ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ്. ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ്. ഹിജാബിന്റെ ആയത്തിൽ എങ്ങനെ ഒരു പെണ്ണ് ഒരു പള്ളിയിലും പോയിട്ടില്ല. ഹിജാബിന്റെ ആയത്തിന് ശേഷം ഒരു പെണ്ണൊരു പള്ളിയിൽ പോയിട്ടില്ല. മനസ്സിലാക്കണം എന്തായി പറയുന്നത്. ഹിജാബിന്റെ ആയത്തിന് ശേഷം ഒരുപാട് ഞാൻ വായിക്കാം. ഇപ്പൊ അത് മാത്രമായിട്ട് ഒരുപാട് വായിക്കാം. എല്ലാം കൂടെ വായിച്ചിട്ട് നമ്മുടെ ചുരുങ്ങിയ സമയമുണ്ട്. അതുപോലെ കിതാബിൽ നിന്ന് ഉത്തരം എടുക്കുക. ഞാൻ പറയുന്നു, ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്വൽ ബാരി പറയാൻ, അന്നഹുന്ന കുന്ന യഹ്ജുജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസാജിദി ഫി അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വബഅദഹു. അന്നഹുന്ന നിശ്ചയമായും സ്ത്രീകൾ, കുന്ന അവരായിരുന്നു, യഹ്ജുജുന ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു, വയതുഫ്ന തവാഫ് ചെയ്യുന്നവരായിരുന്നു, വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു, ഫീ അഹ്ദിൻ നബി അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തും വബഅദഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം. അപ്പോൾ റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം വല്ല ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടോ? നമുക്ക് അറിഞ്ഞൂടാ. അല്ല, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ഈ ഇസ്ലാമിന്റെ ആദ്യകാലത്താണോ? അത് നമുക്ക് അറിഞ്ഞൂടാ. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് ഒന്നുകിൽ ആദ്യ ഇസ്ലാമിന്റെ ആദ്യകാലത്താകണം, അല്ലെങ്കിൽ ഈ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ആകണം. അപ്പൊ ഇത് വളരെ വ്യക്തമായി പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്ന കാര്യമാണ്. തീർച്ചയായും അവർ മഹദികൾ, അവർ ഹജ്ജിന് പോകുമായിരുന്നു, തവാഫിന് പോകുമായിരുന്നു. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കണം? അവിടെ ഒന്നും ഇല്ല, ആരും ഇല്ല അവിടെ. നിങ്ങൾ എന്തിനാ വെറുതെ നോക്കണം? അയ്യേ, എന്താ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ടേ? അപ്പോ അവിടെ തവാഫിന് പോകുമായിരുന്നു. അതുപോലെ വയഖ്റുജുന ഇലൽ മസാജിദി പള്ളികളിലേക്കും പോകുമായിരുന്നു. ഫീ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബഅദഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷവും. ഇനി വളരെ വ്യക്തമായി ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, അദ്ദേഹം പറയട്ടെ.